നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. ലോ കോളേജിൽ മുട കണ്ടപ്പോൾ VS ഇടപെട്ടു. കോളേജിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ സർക്കാരിനോട് അച്ചുരാജ. ആ ഭൂമി തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണോണ്ട്. താൻ അച്ചുവിനൊപ്പം എന്ന് കോടിയേരി സഖാവ്. ഞാനും അവിടെ പോയാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്ഥലത്തില്ല. ഞാനും പോയാൽ അവരെ പോയി കാണും. കോഴിക്കോട്ടെ യൂത്ത് സമരക്കാരെ പോലീസ് നന്നായി കുളിപ്പിച്ചു. ഇത് ജലപീരങ്കിയല്ലെന്നും പനിനീർ തളിക്കലാണെന്നും KC അബു. കല്യാണത്തിനൊക്കെ വരുന്ന സമയത്ത് നവവധൂവരന്മാരെ പനിനീർ തളിക്കുന്നത് സമയത്ത് വന്ന ഈ കുട്ടികളെ അസഹ്യമായ ചൂടിൽ നിന്ന് ചെറിയൊരാശ്വാസം പകരുക. തൃശൂരിലെ യൂത്തന്മാർ മോദിയെ കാലനാക്കി. നാലാളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. മോഹൻലാലിന്റെ ദ കംപ്ലീറ്റ് ആക്ടർ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയി. ജഗതിക്കൊപ്പമുള്ള നിമിഷങ്ങൾ ഓർത്തെടുത്ത് ലാലേട്ടൻ. സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ വീണ്ടും ഉണർന്നു. തിരുവനന്തപുരം ലോ അക്കാദമിക്ക് മുന്നിലാണ് ഇത്തവണ കമ്മീഷൻ പ്രത്യക്ഷപ്പെട്ടത്. സർക്കാരിൻ്റെ ഫുൾ സപ്പോർട്ടിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ അക്കാദമി ഭരിക്കുമ്പോൾ ABVP ഇടപെട്ടു. സമരം ശക്തമായപ്പോൾ SFIയും മുഖം രക്ഷിക്കാൻ ഇടപെട്ടിരുന്നു. എന്നാൽ പാർട്ടി SFIയോട് പിന്മാറാൻ പറഞ്ഞിട്ടും ചെങ്കുട്ടികൾ മാറിയില്ല. അവിടെ അവസാനം പരിഷ്കാര ചെയർമാൻ VS പ്രത്യക്ഷപ്പെട്ടു. മുട കണ്ടാൽ ഇടപെടുമണ്ണ എന്ന് പറഞ്ഞ്. കുട്ടികളുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. ആ ആവശ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ മറ്റൊരു അഭിപ്രായം. മുട കണ്ട ഇടപെടുവണ്ണ. ഒരു മുട കണ്ടാൽ അടി കണ്ടാൽ ഇടപെടും. തള്ളകളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളയെ പിടിച്ച് തള്ളണോടെ. യൂണിവേഴ്സിറ്റിക്ക് 13 LG ഏക്കർ ഭൂമി ഇവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവരിൽ നിന്ന് ഗവൺമെന്റ് ഉടനെ തന്നെ ആ ഭൂമി തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണോണ്ട്. രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സ്ഥാവര ജംഗമോ അല്ല. തള്ള കലിപ്പ് തീരണില്ലല്ലേ. അങ്ങനെ പാർട്ടി സൈഡാക്കി വെക്കുന്ന സ്ഥലത്തൊക്കെ VS എത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി കോടിയേരിയോട് ആരോ ഈ കാര്യം പോയി പറഞ്ഞു കൊടുത്തു. അപ്പോൾ കോടിയേരി പറഞ്ഞതും കൂടി കേൾക്കണ്ടേ? VS സമരസ്ഥലത്ത് പോയതിൽ യാതൊരു തെറ്റുമില്ല. ഞാനും പോകും. സമരസ്ഥലത്ത് VS പോയിട്ടുണ്ട്. SFIക്കാരെ കണ്ടിട്ടുണ്ട്. SFIക്കാരെ കാണാൻ വേണ്ടി പോകുന്നതിന് എന്താ തെറ്റ്? ഞാനും അവിടെ പോയാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്ഥലത്തില്ല. ഞാനും പോയാൽ അവരെ പോയി കാണും. അതിലൊന്നും തെറ്റില്ല. അത് നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രശ്നമാക്കി മാറ്റണ്ട. മുട കണ്ട ഇടപെടുവണ്ണ. ഞങ്ങൾക്ക് ഇമാതിരി പ്രശ്നത്തിലാണ് താല്പര്യം. അതുകൊണ്ട് നിങ്ങൾ ആ പരിപ്പൊന്നും ഇനി കേട്ടോ. ശരി, നിങ്ങൾ ഞാനവിടെ തിരുവനന്തപുരത്ത് എത്തിയാൽ ഞാൻ പോകും. ഞാൻ 27-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ള സമയത്തൊന്നും അവിടെ ഇത്തരം പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ സമയത്ത് അവിടെ പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. പോകേണ്ട സാഹചര്യം വന്നാൽ എല്ലാവരും പോകും. പാർട്ടി നേതാക്കന്മാരൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾ സമരം ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം കിട്ടിയപ്പോൾ അതിൻ്റെ മേലൊരു കുത്തുവെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ വിദ്യ നിങ്ങൾ മതിയാക്കി കാണും കേട്ടോ. അതൊന്നും എനിക്ക് പാർട്ടിയിൽ നടക്കാൻ പോകുന്നില്ല. ശരി. അല്ല സഖാവേ, താങ്കൾ തിരുവനന്തപുരത്ത് പോകാൻ ഇനിയും വൈകിയാൽ പ്രശ്നമല്ലേ? BJP നേതാക്കളൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ സുധീരനും സുധീരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു.
KPCC പ്രസിഡന്റും BJP പ്രസിഡന്റും ഒക്കെ മറ്റ് സ്വാശ്രയ കോളേജുകളിലൊന്നും നിരാഹാരം കിടക്കാത്ത BJP പ്രസിഡന്റ് എന്താണ് അവിടെ പോയിട്ട് നിരാഹാരം കിടക്കുന്നത്? ഇവിടെ ദാസിൻ്റെ ആ സ്ഥലത്ത് എന്താണ് ഇവരാരും പോയിട്ട് നിരാഹാരം കിടക്കാത്തത്? അപ്പോൾ ഇതിൻ്റെ വലിയ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സമരമാക്കി മാറ്റാനുള്ള BJPയുടെ നീക്കത്തെ അത് രാഷ്ട്രീയമായിട്ട് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനും ഒരു ഉത്തരമായി. പിന്നെ VS ഈ സംഭവത്തിൽ ഇടപെടണമെന്ന് ചിന്തിച്ചതേയല്ല. എന്നാൽ പ്രിൻസിപ്പാളിൻ്റെ കൂടെ മുഖ്യൻ്റെ മാധ്യമ ഉപദേഷ്ടാവും അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞതോടെയാണ് പരിഷ്കാരി മെല്ലെ എത്തിയത്. അതുകൊണ്ട് എന്തുണ്ടാകും? ഈ സംഭവത്തിനും ഒരു തീരുമാനമുണ്ടാകും. അല്ലെങ്കിൽ അറിയാമല്ലോ, യെച്ചൂരിക്ക് ഒരു കത്ത് പോകും. എല്ലാ കഥകളും നാട്ടിൽ പാട്ടാകും. അതുകൊണ്ട് പുട്ടും കടലയും അച്ചാറും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്നവരെ ആ പണിക്ക് വിട്ട് പ്രിൻസിപ്പാൾ സ്ഥാനത്തേക്ക് പറ്റിയ മറ്റൊരാളെ കൊണ്ടുവരുന്നതായിരിക്കും നന്നാവുക. അതും മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ളവരെ പരിഗണിക്കുന്നതാവും കുറച്ചുകൂടി നന്നാവുക. ഇവിടെ ആകുമ്പോൾ ആരുടെയെങ്കിലും ബന്ധുക്കളായാൽ പിന്നെ കുഴയും. ഇനി നമ്മൾ കോഴിക്കോട്ടേക്കാണ്. കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിപക്ഷ സമരം യുവജനഘട്ടം. UDFിലെ മുതിർന്ന നേതൃനിര കലക്ട്രേറ്റ് ഉപരോധിച്ചതിന് പിന്നാലെയാണ് യുവനിര രംഗത്തെത്തിയത്. സംഗതി പതിവ് പോലെയൊക്കെ തന്നെ ബാരിക്കേഡിലേക്ക് തള്ളിക്കയറിയ കുട്ടികളെ വരുൺ കുളിപ്പിച്ചു. എന്നാൽ ഈ കണ്ടത് പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ജലപീരങ്കി പ്രയോഗമല്ലെന്നും ഇത് ചൂടുകാലത്ത് വിയർത്ത് വന്ന സമരക്കാർക്ക് നേരെയുള്ള പനിനീർ പ്രയോഗമാണെന്നുമാണ് KC അബുവിൻ്റെ വിലയിരുത്തൽ. സിദ്ദീഖ് ഇവിടെ സൂചിപ്പിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ പോലീസുകാര് ജലപീരങ്കി ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചു. എനിക്ക് അഭിപ്രായമില്ല. കല്യാണത്തിനൊക്കെ വരുന്ന സമയത്ത് നവവധൂവരന്മാരെ പനിനീർ തളിക്കുന്നത് ചൂടുള്ള സമയത്ത് വന്ന ഈ കുട്ടികളെ അസഹ്യമായ ചൂടിൽ നിന്ന് ചെറിയൊരാശ്വാസം പകരുവാൻ ഇനി ഇത് കേട്ട് പോലീസ് ഏമാന്മാർ വിഷമിക്കേണ്ട. അവരോടും ചിലത് പറയാനുണ്ട് പഴയ യൂത്ത് കോൺഗ്രസ് നേതാവിന്. കേരളത്തിലെ പോലീസുകാർ ഈ എതിരാണ് എന്നതിന്റെ ഏറ്റവും തെളിവ് റിപ്പബ്ലിക് ദിനത്തിന് 26 പോലീസുകാർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മെഡലുകളൊക്കെ കിട്ടാറുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് നന്നായി ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ലിസ്റ്റ് ഈ തിരക്കിനിടയിൽ കടിപിടിക്കിടയിൽ ഡൽഹിയിലേക്ക് അയക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എന്റെ സിദ്ദീഖ് ഇത്തവണ പോലീസുകാർക്കൊന്നും മെഡലില്ല, വേണമെങ്കിൽ നമുക്കൊരു മെഡൽ കൊടുക്കാം. അതെ, അങ്ങനെ ഒരു മെഡൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ പോയ പിണറായി മുഖ്യൻ കേന്ദ്ര ഫുഡ് മന്ത്രി രാംവിലാസ് പാസ്വാനെ സന്ദർശിച്ചിരുന്നു. എന്നാൽ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച പിണറായിക്ക് പാസ്വാൻ ഒരു ട്വീറ്റ് ഇട്ടു. എന്നെ സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി പനീർശെൽവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്നായിരുന്നത്. അബൂക്കായെ അത് വല്ലാതെ വേദനിപ്പിച്ചു. ഇരട്ട ചങ്കുള്ള പിണറായി വിജയനെ കേന്ദ്രമന്ത്രി പസ്വാൻ വിളിച്ചത് പനിനീർ സെൽവമെന്നാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ പിക്കറ്റിംഗിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ, അദ്ദേഹത്തോട് എത്രമാത്രം അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ടെങ്കിലും രാഷ്ട്രീയമായി വിരോധമുണ്ടെങ്കിലും
പനിനീർ സെൽവം എന്ന് വിളിച്ച നടപടിയെ ഞാൻ അപലപിക്കുന്നു. പനിനീർ സെൽവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിങ്ങനെ പകിരിത്തുന്നവനാണ്. അയാൾക്ക് പ്രത്യേകമായ ഒരു അധികാരവും പവറൊന്നുമില്ല. അത് ജയലളിത ഇടയ്ക്കിടയ്ക്ക് ലീവിന് പോകുമ്പോൾ ഇരുത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ പനിനീർ സെൽവം. അങ്ങനെയുള്ള ഒരാളായി നമ്മുടെ മുഖ്യമന്ത്രിയെ മാറ്റി. ഇനി കേരള സർക്കാരിനെ കുറിച്ചുള്ള മൊത്തം വിലയിരുത്തലാണ്. ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് പോലും, നമ്മൾ കേൾക്കാത്തത് കൊണ്ട് വീണ്ടും കേൾക്കാം. കേരളത്തിലെ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, സർക്കസിൽ കോമാളികളുണ്ടാവും. ഏത് സർക്കസിലും കോമാളികളുണ്ടാവും. 2 or 3 കോമാളികളുണ്ടാവും. എന്നാൽ കോമാളികൾ മാത്രമുള്ള സർക്കസ് ഉണ്ട്. നമ്മുടെ മന്ത്രിസഭയിൽ കോമാളികൾ മാത്രമുള്ള ഒരു മന്ത്രിസഭ. പിണറായി വിജയനുണ്ട്, കുലുങ്ങാത്ത മഞ്ഞിങ്ങ പോലെ അദ്ദേഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള മന്ത്രിമാരെ രണ്ടാമനായിരുന്നു പോലും ജയരാജൻ. നമ്മളെ മന്ത്രിസഭയിലെ രണ്ടാമൻ കുഞ്ഞാലിക്കുട്ടി, മൂന്നാമൻ ഒന്നും കൂടി മെച്ചമുള്ള മാണി സാറ്. ഈ മന്ത്രിസഭയിലെ രണ്ടാമൻ ജയരാജൻ മൂപ്പന് പോയിരിക്കുന്നു. പകരം വന്നത് ഒന്നാം തരം സാധന മണിയാശാന വന്നത് 1, 2, 3 മന്ത്രിയാണ്. മന്ത്രിയൊക്കെ ആയി ചുമതലയേറ്റിരിക്കുന്നു. എന്തായാലും അല്ലെങ്കിൽ നാളെ ഇറങ്ങേണ്ടി വരും. അതെ, മണി ഇറങ്ങിയിട്ട് നിങ്ങൾ പടക്കം പൊട്ടിച്ച് തന്നെ. അതുപോട്ടെ, 8 മാസമായ പിണറായി മന്ത്രിസഭയുടെ മൊത്തം വിലയിരുത്തൽ കേൾക്കണ്ടേ? ഇതാ കേട്ടോളൂ. കേരളത്തിലെ ഭരണം 8 മാസമായി. 8 മാസമൊക്കെ ആയാൽ കുറെ ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വിശേഷമൊക്കെ ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം, എന്തെങ്കിലും നടക്കുന്നുണ്ടോ? 2 മാസം കൂടി ആയ മാസം തികയാൻ 2 മാസം മതി. പക്ഷെ ഒന്നും തന്നെ ഇല്ല. നടക്കുന്നത് എന്താ? ഒരാൾ ബന്ധു നിയമനം മൂപ്പര് പുറത്തു പോകേണ്ടി വന്നു. പിന്നുള്ളത് മണിയാശാൻ അടുത്ത് പുറത്തു പോകും. മേഴ്സിക്കുട്ടിയമ്മ വിദ്യ ക്ഷമിക്കണം. മേഴ്സിക്കുട്ടിയമ്മയും അവരെ ഭർത്താവും കൂടി അണ്ടി ഇറക്കിയ വകയിൽ 10 കോടി രൂപന്റെ അണ്ടി ഇങ്ങനെ ഇറക്കുമതി ചെയ്ത വകയിൽ പിടികൂടപ്പെട്ടിരിക്കുക. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞ അണ്ടിന്റെ കാര്യമാണ്. ഇനി ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ടി സിദ്ദിഖിനെ തിരുത്തുകയാണ് അബു. പ്രസംഗിക്കുമ്പോൾ തൊട്ടടുത്തുള്ളവരെ തോണ്ടുക എന്നത് അബൂക്ക ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇവിടെ സിദ്ദീഖ് പറഞ്ഞ ചില കാര്യങ്ങളോട് ശക്തമായി ഞാൻ വിയോജിക്കുകയാണ്. സിദ്ദീഖ് പ്രസംഗിച്ചു, മഹാത്മാഗാന്ധി തങ്കക്കട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി കടലപ്പിണ്ണാക്കാൻ പറഞ്ഞു. ആ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു. മഹാത്മാഗാന്ധി തങ്കക്കട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി ആട്ടിൻകാട്ടമാണ്. അങ്ങനെ മോദിയെ ആട്ടിൻകാട്ടവുമാക്കി. ഇനി മോദിയെ അനുകരിക്കാനുള്ള അബുവിൻ്റെ ഒരു മോഹത്തെക്കുറിച്ചാണ്. ഞാൻ അടുത്ത ഒരു പരിപാടിക്ക് തീർച്ചയായും ഞാൻ വരിക. എന്റെ ഷർട്ടിൽ സ്വർണ്ണനൂലുകൊണ്ടൊന്നും പേര് എഴുതാനുള്ള പൈസൊന്നും തരില്ല. എന്തെങ്കിലും ഗിൽറ്റോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് JC അബു എന്ന് പേര് ഞാൻ വന്നാൽ നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുക? നിങ്ങൾ എന്നെ കുതിരട്ടത്തേക്കാ കൊണ്ടുപോകുക. ഇന്ത്യന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ലക്ഷം രൂപയുടെ ഒരു കുപ്പായിട്ട് സ്വർണ്ണനൂലുകൊണ്ട് അതിന്റെ മേലെ നരേന്ദ്രമോദി എന്ന് പേര് എഴുതി. എല്ലായിടത്തും എഴുതി. നമ്മുടെ പ്രദീപ് കുമാർ MLA നടക്കാവ് സ്കൂളിന് ചുറ്റും പേര് എഴുതി വെച്ചോണം. അടുത്തതായി സമരത്തിന് വരുന്ന കല്യാണം കഴിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ ഇതും കൂടി കേൾക്കുക. മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ ചെലവഴിക്കാൻ ഭാര്യയെ ഒഴിവാക്കാൻ ആർക്കെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. പറയുന്നത് ഭാര്യനെ ഉപേക്ഷിച്ചത് വിദ്യ പറയുന്നതാണ്. രാജ്യ സേവനത്തിന് വേണ്ടിയിട്ടാണ് സമയം കിട്ടാൻ വേണ്ടി ആ ഭാര്യനെ ഉപേക്ഷിച്ചത്. ഇവിടെ നൗഷീർ ഭാര്യനെ ഉപേക്ഷിച്ച് ആ സമയം കൂടി പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അന്ന് മുതൽ എന്നെ ഓഫീസിൽ ഞങ്ങൾ. അതാണ് KC അബു. സമരം ഏതായാലും മൈക്കുണ്ടെങ്കിൽ KC അബു തയ്യാർ. അതിപ്പോൾ UDF ആയാലും യൂത്ത് ആയാലും KSU ആയാലും. പിന്നെ ഇത്തരം സമരമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളും കഞ്ഞു കുടിച്ചു പോകുന്നു. ഇനി യൂത്തന്മാർ തൃശ്ശൂരിൽ നടത്തിയ പോത്ത് സമരത്തിലേക്കാണ് ഇടവേള കഴിയണം.